പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. കൊച്ചു നീലാണ്ടൻ. വഴിക്ക് വെച്ചാണ് അവറാന്റെ മകനെ കണ്ടത്. അവറാന്റെ മകൻ മുഹമ്മദ് കുട്ടി 6-ാം ക്ലാസ്സിലാണ്. കൊച്ചു നീലാണ്ടൻ 5-ാം ക്ലാസ്സിലും. മുഹമ്മദ് കുട്ടി ചോദിച്ചു, കൊച്ചു നീലാണ്ടൻ എന്താ ഇങ്ങനെ വെളിച്ചപ്പാടിനെ പോലെ നടക്കണേ? ദേഷ്യം സഹിക്കാനാവാതെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇറങ്ങി പോന്നതാണ്. മുഹമ്മദ് കുട്ടിയുടെ പരിഹാസം കൂടി കേട്ടപ്പോൾ കൊച്ചു നീലാണ്ടൻ അടിമുടി വിറച്ചു. ആരാടാ വെളിച്ചപ്പാട്? അവൻ മുഹമ്മദ് കുട്ടിയുടെ നേരെ പാഞ്ഞു ചെന്നു. ഇങ്ങളെന്നെ? ഞാൻ വെളിച്ചപ്പാടന്മാരെ ഇമ്മിണി കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങളാ മുന്തിയ വെളിച്ചപ്പാട്. മുഹമ്മദ് കുട്ടിയും വിട്ടുകൊടുത്തില്ല. കൊച്ചു നീലാണ്ടൻ മുഹമ്മദ് കുട്ടിയുടെ ചെകിട്ടത്തടിച്ചു. മുഹമ്മദ് കുട്ടി ഒരു നിമിഷം അമ്പരന്ന് നിന്നു. പിന്നെ താമസമുണ്ടായില്ല. മുഹമ്മദ് കുട്ടി കൊച്ചു നീലാണ്ടൻ്റെ പുസ്തകസഞ്ചി വാങ്ങി ദൂരെ എറിഞ്ഞു. അവൻ്റെ മൂക്ക് മുഹമ്മദ് കുട്ടിയുടെ കൈവിരലുകൾക്കിടയിൽ കിടന്ന് ഞെരിഞ്ഞു. വേദന സഹിക്കാനാവാതെ കൊച്ചു നീലാണ്ടൻ ഉറക്ക നിലവിളിച്ചു. മുഹമ്മദ് കുട്ടി പിടിവിട്ടു. കൊച്ചു നീലാണ്ടൻ ഓടിച്ചെന്ന് പുസ്തകസഞ്ചി എടുത്തു. തീ പറക്കുന്ന കണ്ണുകൾ കൊണ്ട് എതിരാളിയെ നോക്കി. ഞാൻ കാണിച്ചു തരാവടാ, കൊച്ചു നീലാണ്ടൻ വിളിച്ചു പറഞ്ഞു. അവൻ നേരെ സ്കൂളിലേക്ക് ഓടി. ക്ലാസ്സിന് മുമ്പിലെത്തി. ഉള്ളിലേക്ക് കടക്കാൻ ഭാവിച്ചപ്പോൾ മാഷ് ചോദിച്ചു, എന്തത്ര വൈകിയത്? കൊച്ചു നീലാണ്ടൻ തേങ്ങിക്കരഞ്ഞു. ഒരുവിധം അവനറിയിച്ചു. 6-ാം ക്ലാസ്സിൽ പഠിക്കണ മുഹമ്മദ് കുട്ടി എന്നെ ഉപദ്രവിച്ചു. എൻ്റെ സഞ്ചിയും പുസ്തകവും അവൻ വലിച്ചു കയറി. അധ്യാപകൻ 6-ാം ക്ലാസ്സിലേക്ക് ചെന്നു. മുഹമ്മദ് കുട്ടിയെ പുറത്തേക്ക് വിളിച്ചു. വിവരമന്വേഷിച്ചു. അവൻ പറഞ്ഞു, കൊച്ചു നീലാണ്ടൻ എൻ്റെ ചെകിട്ടത്തടിച്ചു. ഞാനവനെ ഒന്നും ചെയ്തില്ല. സഞ്ചി കൊണ്ട് എന്നെ വീണ്ടും അടിക്കാൻ ഭാവിച്ചപ്പോൾ ഞാനത് പിടിച്ചു വാങ്ങി. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. തൻ്റെ പ്രസ്താവന ശരിയാണെന്ന് തെളിയിക്കാൻ അവൻ ചുവന്ന് തടിച്ച കവിൾത്തടം കാണിച്ചു കൊടുത്തു. അധ്യാപകന് തൃപ്തിയായി. തിരിച്ചു വന്ന് അദ്ദേഹം കൊച്ചു നീലാണ്ടനോട് പറഞ്ഞു, നീ നുണ പറഞ്ഞു അല്ലേ? കൊച്ചു നീലാണ്ടൻ അമ്പരന്നു. താൻ നുണ പറഞ്ഞുവോ? കൈനീട്ട്. യാന്ത്രികമായി അവൻ കൈനീട്ടി. ഉള്ളം കൈയിൽ 2 അടി വീണു. കൊച്ചു നീലാണ്ടൻ സ്വയം ചോദിച്ചു, ഇന്നാരെയാണ് ഞാൻ കണി കണ്ടത്? തന്നെ തല്ലിയ അധ്യാപകനോട് കൊച്ചു നീലാണ്ടന് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. സ്കൂളിലെ മറ്റൊരു കുട്ടി അവനെ ഉപദ്രവിച്ചു. വെറുതെ ഉപദ്രവിച്ചതാണോ? അവനെ അടിക്കാൻ പോകണ്ടായിരുന്നു. വെളിച്ചപ്പാടിനോട് അവനെ ഉപമിച്ചതുകൊണ്ടാണ് അടിച്ചത്. കഷ്ടകാലത്തിൻ്റെ ഒരു പോക്ക്, അല്ലാതെ എന്ത് പറയാനാണ്? പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.